നിയുക്ത KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് വെള്ളാപ്പള്ളിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് ആന്റണി MP. വെള്ളാപ്പള്ളി നടേശൻ BJPയുടെയും CPIMന്റെയും താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് പ്രവർത്തിക്കുന്നതെന്നും കോൺഗ്രസിന് ഉപദേശം നൽകാൻ വെള്ളാപ്പള്ളി സമയമെടുക്കേണ്ടെന്നും ആന്റണി ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിച്ചു. ബിനോയ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ബിനോയ്, സണ്ണി ജോസഫ് നാളെ ചുമതലയേൽക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ഒരു പോരിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു വിമർശനവുമായി ആന്റണി, വെള്ളാപ്പള്ളിക്കെതിരെ ഒരു വിമർശനവുമായി ആന്റണി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? നേരത്തെ തന്നെ KPCC അധ്യക്ഷ പദവിയിലേക്ക് സണ്ണി ജോസഫിന്റെയും ഒപ്പം ആന്റണി MPയുടെയും പേരുകൾ പരിഗണിക്കുന്ന സമയത്ത് വലിയ തരത്തിലുള്ള വിമർശനം വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ആന്റണിയെ കുറിച്ച് ആളുകൾക്കറിയില്ല, അത്തരത്തിൽ പാർലമെന്റ് മണ്ഡലത്തിലെ ആളുകൾക്ക് പോലും അറിയാത്ത ആളാണ്, തരത്തിലുള്ള ഒരു വിമർശനം വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് സണ്ണി ജോസഫിനെ പിന്തുണച്ചുകൊണ്ട് ചില പോസ്റ്റുകളൊക്കെ അദ്ദേഹം സംസാരിക്കുകയൊക്കെ ചെയ്തത്. ഇതിലുള്ള വിദ്വേഷം എന്ന കണക്ക് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ സണ്ണി ജോസഫിനെ പിന്തുണച്ച് വെള്ളാപ്പള്ളി നടേശൻ വരേണ്ട സാഹചര്യം ഇല്ല. സാധാരണഗതിയിൽ CPIMനും BJPക്കും അനുകൂലമായ നിലപാട് പലപ്പോഴും വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. കാരണം പല ആവർത്തി തുടർ ഭരണത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോഴും കോൺഗ്രസ് ലഭിക്കില്ല എന്ന തരത്തിലൊക്കെ പറഞ്ഞിരുന്നു. ഇത് പല കോൺഗ്രസ് നേതാക്കന്മാരെയും ചൊടിപ്പിച്ചിട്ടുമുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ സണ്ണി ജോസഫിന് ചില സഹായങ്ങൾ, ചില അനുകൂലമായ ചില നിലപാടുകൾ സ്വീകരിക്കുന്ന തരത്തിൽ ചില വാക്കുകൾ അദ്ദേഹം പ്രയോഗിച്ചത്. ഇതാണ് ആന്റണി MPയെ ചൊടിപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതാണ് അദ്ദേഹം വളരെ വ്യക്തമായി എടുത്തു പറയുന്നത്. സണ്ണി ജോസഫിന് ഇത് വെള്ളാപ്പള്ളി നടേശന്റെ സഹായമോ അല്ലെങ്കിൽ ഉപദേശമോ വേണ്ട, തൽക്കാലം ആ ഉപദേശങ്ങളും സഹായങ്ങളും ഒക്കെ BJPക്കും ഒപ്പം CPIMനും നൽകിയാൽ മതി എന്ന തരത്തിലേക്ക് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇതൊരു രാഷ്ട്രീയ പോരായി മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം പത്തനംതിട്ടയിലെ MP എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനെ വലിയ തരത്തിൽ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചു എന്നാണ് അദ്ദേഹം പല സുഹൃത്തുക്കളുമായി പങ്കുവച്ചത്. കാരണം അത് മാത്രവുമല്ല, KPCC അധ്യക്ഷ പദവിയിലേക്ക് തന്റെ പേര് സ്വീകരിക്കുന്ന കാര്യത്തിൽ ചില വിയോജിപ്പുകൾ ഇത്തരത്തിൽ മത നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായതും അദ്ദേഹത്തിന് ആ സ്ഥാനം കിട്ടാതിരിക്കാൻ കാരണമായി എന്നുകൂടി അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫേസ്ബുക്കിൽ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത്. കാളിദാസ്. ശരി, ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത്. നാളെ പുതിയ KPCC അധ്യക്ഷൻ ചുമതല ഏൽക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വെള്ളാപ്പള്ളിക്കെതിരെ ആന്റണി MP ആഞ്ഞടിച്ചിരിക്കുന്നത്. വെള്ളാപ്പള്ളി BJPയുടെയും CPIMന്റെയും താൽപര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, കോൺഗ്രസിന് ഉപദേശം നൽകാൻ വെള്ളാപ്പള്ളി സമയം കണ്ടെത്തേണ്ട എന്നുള്ളതും കൂടിയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആന്റണി വിമർശിച്ചിരിക്കുന്നത്. ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത്.